നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വ്യാപകമായി തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നിരവധി നാശനഷ്ടങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. വിവിധ കമ്പനികളിലും വെയർഹൌസുകളിലും തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾ ഇതിൽ ആശങ്കപ്പെടുന്നു. വീണ്ടും ഇപ്പോഴിതാ കുവൈത്തിൽ സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കുവൈറ്റിൽ വെയർഹൌസിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കി. സാൽമി റോഡിലെ ഒരു വെയർഹൌസിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു സിമന്റ് ഫാക്ടറിയുടെ അസംസ്കൃത പ്ലാസ്റ്റിക് വസ്തുക്കളാണ് വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. മാത്രമല്ല, യുഎഇയിൽ വ്യവസായ മേഖലയിലെ വെയർഹൌസുകളിൽ 2 ദിവസം മുൻപ് തീപിടുത്തമുണ്ടായി. ദുബായിലെ അൽഖൂസിൽ 2 വെയർഹൌസുകളിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:20 അൽഖൂസ് വ്യാവസായിക മേഖലയിലെ വെയർഹൌസുകളിൽ തീപിടുത്തമുണ്ടായത്. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. വിവരം ലഭിച്ച 6 മിനിറ്റിനുള്ളിൽ അഗ്നിശമന സേന തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്തുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്നും തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിയോടെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. കൂടാതെ യുഎഇയിൽ 12 നിലയിലുള്ള ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് സ്ട്രീറ്റിലുള്ള കെട്ടിടത്തിലും തീപിടുത്തമുണ്ടായി. തിങ്കളാഴ്ച രാത്രി 1 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ അബുദാബി പോലീസും അബുദാബി സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി പുലർച്ചെ 3 മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.